അനധികൃത കുടിയേറ്റക്കാരുടെ സാന്നിധ്യം പരിശോധിക്കാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെയും അതുപോലെ ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ പരിശോധന തുടങ്ങി. നിയമവിരുദ്ധവും രേഖകളില്ലാത്തതുമായ ചില ഇന്ത്യൻ കുടിയേറ്റക്കാർ അവരുടെ കേന്ദ്രമായ ന്യൂയോർക്കിലെയും ജേഴ്സിയിലെയും ചില ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നേരത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശങ്ങൾ. എന്നാൽ ഉദ്യോഗസ്ഥർ ഗുരുദ്വാരകൾ സന്ദർശിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തിന്റെ പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നു എന്നാണ് ചില സിഖ് സംഘടനകൾ സ്ഥിരീകരിച്ചത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള സെക്രട്ടറി ബെഞ്ചമിൻ ഹഫ്മാൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ്, എയർഫോഴ്സ്മെന്റ്, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നീ വകുപ്പുകൾക്കുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ റദ്ദാക്കിയിരുന്നു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളികൾക്കിനി അമേരിക്കയിലെ സ്കൂളുകളിലും പള്ളികളിലും ഒളിക്കാൻ കഴിയില്ല എന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ വക്താവ് പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാർ നിയമവിരുദ്ധമായി നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗുരുദ്വാരകൾ പോലെയുള്ള ആരാധനാലയങ്ങൾ ലക്ഷ്യമിടാനുള്ള ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനത്തിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് എന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർ ഗിൽ പറഞ്ഞു. സിഖ് വിശ്വാസത്തിന്റെ പവിത്രതയ്ക്ക് ഇത്തരം പരിശോധനകൾ ഭീഷണിയാകുമെന്ന് കിരൺ കൗർ പറഞ്ഞു. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1000-ലധികം അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ US-ൽ കഴിയുന്നത്. ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് അമേരിക്ക നേരത്തെ തന്നെ ഇന്ത്യയെ അറിയിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിൽ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളും റോഹിംഗ്യകളും എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഈ രാജ്യത്തിന് ഉണ്ടാക്കുന്നത്. സ്വന്തം രാജ്യത്ത് പലതരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സേഫ് ഷെൽട്ടറാണ് അവരെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് അവര് ഈ ഇന്ത്യയെ കാണുന്നത്. ഡൽഹിയിൽ നിന്നും, UP-യിൽ നിന്നും, ജാർഖണ്ഡിൽ നിന്നുമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പൊക്കിയെടുത്ത ബംഗ്ലാദേശികൾ ചില്ലറക്കാരല്ല. ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി കലാപമടക്കം ആസൂത്രണം ചെയ്ത നേതാക്കന്മാർ ബംഗ്ലാദേശികളിൽപ്പെട്ട ഡൽഹിയിൽ നിന്നും ഇങ്ങേയറ്റം പെരുമ്പാവൂരിൽ നിന്ന് വരെ പിടിച്ചെടുക്കപ്പെട്ട ബംഗ്ലാദേശികളിലുണ്ട് എന്നാണ് NIA പറയുന്നത്. ഇപ്പോൾ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചതോടുകൂടി അമേരിക്കയെ ഈ രൂപത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശുദ്ധികലശം തുടങ്ങിയതോടെ എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരെ എത്രയും വേഗം നാടുകടത്തണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവനുസരിച്ച് ചിക്കാഗോയിൽ അറസ്റ്റുകളും നാടുകടത്തലുകളും വേഗത്തിലാക്കുന്നു. ചിക്കാഗോയിൽ മൾട്ടി ഏജൻസി ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷൻ ആരംഭിച്ചതായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഞായറാഴ്ച പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ നിരവധി നിയമ നിർവഹണ ഏജൻസികൾ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാർ സ്ഥിരതാമസമാക്കിയ ഇടം കൂടിയാണ് ചിക്കാഗോ. നാടുകടത്തൽ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ എമിൽ ബോവ് ചിക്കാഗോയിലേക്ക് എത്തും. ചിക്കാഗോയിലെയും മറ്റിടങ്ങളിലെയുമുള്ള ഓപ്പറേഷനുകളിൽ സഹായിക്കുന്നതിന് ട്രംപ് ഭരണകൂടം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ നിയമ നിർവഹണ ഏജൻസികളെ അയച്ചിട്ടുമുണ്ട്. അതിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ്, ബ്യൂറോ ഓഫ് ആൽക്കഹോൾ, ടുബാക്കോ, ഫയർ ആംസ് ആൻഡ് എക്സ്പ്ലോവീസ്മെന്റ്, US മാർഷൽസ്, ഇതെല്ലാം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു പുതിയ ഓപ്പറേഷന് തുടക്കം കുറിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നത് എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വ്യത്യസ്തമായ ഓപ്പറേഷനുകളിലൂടെ ഇത് നടക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇതോർത്ത് ചിക്കാഗോയിലെ താമസക്കാർ ആശങ്കപ്പെടുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിക്കാഗോയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിലെ വക്താവ് ഞായറാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. US ഇമിഗ്രേഷൻ നിയമം നടപ്പിലാക്കുന്നതിനും
അപകടകാരികളായ ക്രിമിനൽ വിദേശികളെ നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ പൊതുസുരക്ഷയും ദേശീയ സുരക്ഷയും സംരക്ഷിക്കുന്നതിനുമാണ് ഈ നടപടിയെന്നും ICE പ്രസ്താവനയിൽ ഇറക്കി. ഞായറാഴ്ച 956 അറസ്റ്റുകൾ നടത്തിയെങ്കിലും അവരിൽ എത്ര പേരാണ് ചിക്കാഗോയിൽ നിന്നുള്ളവരാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇമിഗ്രേഷൻ അറസ്റ്റുകൾ നടത്തുന്ന ഏജന്റുമാർക്കൊപ്പം പുതുതായി നിയമിതരായ അതിർത്തി ഉദ്യോഗസ്ഥർ ടോം ഫോമാനും ഉണ്ടായിരുന്നു. പ്രമുഖ സൈക്കോളജിസ്റ്റും ടെലിവിഷൻ താരവുമായ ഡോക്ടർ ഫിലും റെയ്ഡുകളിൽ പങ്കെടുത്തു. പിടികൂടിയവരിൽ കുപ്രസിദ്ധരായിട്ടുള്ള കുറ്റവാളികളും തീവ്രവാദികളും ഉണ്ട് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ഇടക്കാല കാലഘട്ടത്തിൽ നമുക്കറിയാം, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശില് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട് അല്ലെങ്കിൽ രാജിവെച്ച് ഇന്ത്യയിലേക്ക് എത്തിയതു മുതൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോഴും ഇന്നത്തെ അനധികൃതമായ ബംഗ്ലാദേശികളെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പൊക്കിയെടുത്തതുമായി ബന്ധപ്പെട്ട് വീണ്ടും രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം രൂക്ഷമാകാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. കാരണം അനധികൃതമായി പിടിച്ചെടുത്ത ബംഗ്ലാദേശികളെ മുഴുവനും ബംഗ്ലാദേശിലേക്ക് തന്നെ നാടുകടത്തണമെന്നും നമ്മുടെ രാജ്യത്ത് ഇവർക്ക് വേണ്ടുന്ന നിയമ സംവിധാനങ്ങളിലൂടെ ഇവരെ പൂട്ടണമെന്നുമാണ് രാജ്യം പറയുന്നത്. സ്വന്തം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ നിലനിൽക്കാൻ പറ്റാതെ ഇവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃതമായി അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നുഴഞ്ഞു കയറിയതാണ്. ഈ സാഹചര്യത്തിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ത്യ തന്നെയാണ്. എന്നാൽ ബംഗ്ലാദേശിന് യാതൊരു ചലനവുമില്ല. ഇടക്കാല സർക്കാരായ യൂനിസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ പല തവണകളിലായി കൊടുത്ത എല്ലാ വാണിങ്ങുകളും കാറ്റിൽ പറത്തുകയും ചെയ്തിരിക്കുന്നു. മുഹമ്മദ് യൂനിസിന്റെ കീഴിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന് നൽകി വന്നിരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും അതുകൊണ്ട് തന്നെ നിർത്തലാക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയെ ചൊറിഞ്ഞത് ബംഗ്ലാദേശ്, പണി കൊടുത്തത് അമേരിക്ക. കരാറുകളും ഗ്രാന്റുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം. ബംഗ്ലാദേശിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ US-ൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാതിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് വിഷയം വലിയ തിരിച്ചടിയാണ്. സഹായം നിലച്ചതോടുകൂടി വലിയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത്. വിദേശ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ നിർത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് ബംഗ്ലാദേശിനും തിരിച്ചടിയാകുന്നത്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിനുള്ള എല്ലാ സഹായവും നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടു. കോൺട്രാക്റ്റുകൾ, ഗ്രാന്റുകൾ, സഹകരണ കരാറുകൾ ഇതെല്ലാം നിർത്താനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് എമർജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞത്. രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്ന ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും ചൈനയും പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുത്തിട്ട് ഇന്ത്യയെ പണിയാനായിരുന്നു തീരുമാനം. ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് അമേരിക്കൻ സഹായം നിർത്തലാക്കിയെന്ന വാർത്തയും പുറത്തു വരുന്നത്. കാരണം ബംഗ്ലാദേശിന് എങ്ങനെയും ഇന്ത്യയുടെ സഹായം സ്വീകരിക്കുകയും വേണം, ഇന്ത്യയെ ഇല്ലാതാക്കുകയും വേണം. അതിനുവേണ്ടിയാണ് പാകിസ്ഥാനെയും ചൈനയും കൂട്ടുപിടിച്ചത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലും ഒരുമിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും ഒരുമിച്ച് നിന്നു. വിദേശ രാജ്യങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും 3 മാസത്തേക്ക് മരവിപ്പിക്കുന്നു. ഇതാണ് ട്രംപിന്റെ ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള അമേരിക്കൻ ഏജൻസിയുടെ എമർജൻസി ആയിട്ടുള്ള നടപടി. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാലയളവിന് ശേഷം സഹായം നൽകുന്നത് പുനഃസ്ഥാപിക്കണോ എന്നതിൽ തീരുമാനമെടുക്കും. വിദേശ രാജ്യങ്ങൾക്ക് വിവിധ ആരോഗ്യ പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റഷ്യയുമായിട്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഉക്രൈന് നൽകുന്ന സഹായം നിർത്തലാക്കിയതായും അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെ വൻതോതിൽ സഹായങ്ങളും പിന്തുണയുമാണ് അമേരിക്ക ഉക്രൈന് നൽകിക്കൊണ്ടിരുന്നത്. അതേസമയം ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷ്യ സൈനിക സഹായം US നിർത്തിയിട്ടില്ല. അമേരിക്കയിൽ നിന്നും ഏറ്റവും വലിയ സൈനിക സഹായം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും ഈജിപ്തും. ഉക്രൈൻ അടക്കം ചില രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായിട്ടാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ നേരത്തെ അറിയിച്ചത്. മറ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കി വരുന്ന സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും നിർത്തിവെക്കാനും തീരുമാനിച്ചു. US-ന്റെ പുതിയ വിദേശ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക സഹായം മാത്രം തുടരാനുള്ള പദ്ധതികളുമായിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നാണ് ട്രംപിന്റെ തീരുമാനം. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന ഉക്രൈനിന്റെ പ്രതിരോധ ശേഷിയെ
സാരമായി ബാധിക്കുന്നതായിരിക്കും US-ന്റെ ഈ തീരുമാനം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടർന്നു പോകുന്നതിന് കാരണക്കാരൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് എന്നും ട്രംപ് പറഞ്ഞു. ജനുവരി 20 ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമുള്ള സഹായങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇസ്രായേലും ഈജിപ്തും മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്രമായിട്ടുള്ള അവലോകനം 85 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്കും പ്രസിഡന്റിന്റെ ശുപാർശയ്ക്കുമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പിട്ട മെമ്മോയിൽ വ്യക്തമായി. വിദേശ സഹായങ്ങൾ നിർത്തലാക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവ് കണക്കിലെടുത്ത് കരാർ പ്രകാരം നടത്തുന്ന ഏതൊരു ജോലിയും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിന് നിർദ്ദേശം അയക്കുകയാണ് ആദ്യം ചെയ്തത്. USAIDയിലൂടെ സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ആഗോള ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സംരംഭങ്ങൾ, ജനാധിപത്യം, ഭരണം, വിദ്യാഭ്യാസം, പരിസ്ഥിതി പദ്ധതികൾ ഇതൊക്കെ ഇതിനകത്ത് പെടുന്നുണ്ട്. വിദേശ നാണ്യ കരുതൽ ശേഖരം സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷമാണ് US സർക്കാർ അന്താരാഷ്ട്ര വായ്പാ ദാതാക്കളിൽ നിന്ന് $5 ബില്യൺ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചത്. തന്നെയുമല്ല, IMF-ൽ നിന്ന് $4.7 ബില്യൺ ജാമ്യവും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ US $202 മില്യൺ സഹായമാണ് ബംഗ്ലാദേശ് വാഗ്ദാനം ചെയ്തത്. $202 മില്യൺ. 2021-നും 2026-നും ഇടയിൽ $954 മില്യൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള 2021-ലെ കരാർ പ്രകാരമാണിത്. ഇതിൽ $425 മില്യൺ ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന് നൽകി കഴിഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞതിന്റെ കനത്ത തിരിച്ചടിയാണ് അമേരിക്ക ബംഗ്ലാദേശിന് നൽകിയത്.